പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വടകര നിയോജക മണ്ഡലത്തിൽ 2 ബോംബുകൾ പൊട്ടുകയും 2 പേർ ഇല്ലാതാവുകയും ചെയ്തത് നിങ്ങൾക്കറിയാം. നിങ്ങളതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു ബോംബ് പൊട്ടുകയും ഒരാൾ മരിക്കുകയും ചെയ്തത് എല്ലാവർക്കും അറിയാം. അത് ന്യൂസിലൊക്കെ വന്നതാണ്. അദ്ദേഹം ഒരു ജനസേവകനാണ് എന്ന് പറയപ്പെടുന്നു, ഈ മരിച്ച വ്യക്തി. പക്ഷേ എന്ത് സേവനമാണ് ബോംബ് പൊട്ടുന്നതിന് മുന്നേ അയാൾ അവിടെ പോയി ചെയ്തത് എന്നറിയില്ല. എന്ത് സേവനമാണ് അവർക്ക് ആവശ്യമായ സേവനം എന്തായിരിക്കും? അപ്പോൾ ഏതായിരുന്നാലും അത് ഇങ്ങനെയാണ് ബോംബ് പൊട്ടിയാൽ മരിക്കുക എന്ന് കാണിച്ചു കൊടുക്കണം. ഏതായിരുന്നാലും പക്ഷേ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ മലയാളികളുടെ സ്വഭാവമാണ് എന്താണ് ഏതാണ് എന്ന് നോക്കാതെ, ആരാണ് എന്തിനാണ് എന്ന് നോക്കാതെ ഓടിച്ചെല്ലുകയും അവിടെ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്ന മനുഷ്യത്വമാണ് നമ്മുടെ മലയാളികളുടെ. പ്രത്യേകിച്ചും മുമ്പിൽ മനുഷ്യത്വവും അത് പിന്നീടാണ് ബാക്കിയൊക്കെ. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതായിരുന്നാലും ഈ ജനസേവകൻ എന്തിനു പോയി എങ്ങനെ പോയി എന്നുള്ളതൊക്കെ നിജസ്ഥിതി നമുക്കത് പിന്നീട് അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും വിധിയൊക്കെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റും. ഏതായിരുന്നാലും ഇപ്പോൾ വളരെ വലിയൊരു സമൂഹ വിപത്ത് ഒരാളിലേക്ക് ചുരുങ്ങി എന്ന് സമാധാനിക്കാനേ ഇപ്പോൾ വഴിയുള്ളൂ. 2ാമത്തെ ബോംബ് നുണ ബോംബാണ്. അശ്ലീല വീഡിയോ, അത് ഇത് പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ ഒരു നുണ കെട്ടിപ്പൊക്കി ഒരു എതിർ സ്ഥാനാർത്ഥിയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അത് ബൂമറാങ് പോലെ വന്ന് വളരെ വലിയ ഉയരത്തിൽ നിൽക്കുന്ന, നമ്മളൊക്കെ പലപ്പോഴും കേരളത്തിലെ ജനങ്ങൾ മുഴുവനായും ടീച്ചർ അമ്മ എന്നൊക്കെ വിളിച്ച് വലിയ ഒരു ബിംബം ഉണ്ടായിരുന്നത് പൂർണ്ണമായും തകർന്നടഞ്ഞ് ടീച്ചർ അമ്മ എന്നുള്ള പേര് പോയി വെറും ടീച്ചറായി മാറുന്ന മറ്റൊരു ബോംബ് കൂടിയാണ് ഈ വടകരയിൽ പൊട്ടി. അങ്ങനെ 2 ബോംബുകൾ, ഒന്ന് നുണ ബോംബും ഒന്ന് യഥാർത്ഥ ബോംബും.